ടെക്നോളജി അതെ, അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മോഹൻലാൽ പറയുന്നത് ഷോർട്സ് നമ്മളെ ശരിക്കും നമ്മുടെ ഫോക്കസിനെ കൊല്ലുന്നുണ്ടോ? നമ്മുടെ ബ്രെയിൻ ഒരു മടിയനാണ്. തൃശ്ശൂർ ഭാഷയിൽ പറയുന്നത് നമ്മൾ ഗഡികളാണ്. അതെ, ഒരു പകുതി മുക്കാലും റെഡ് ലൈൻസ് ആണ്, രക്തമയമായ രക്തമയം. എനിക്ക് എപ്പോഴും ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. അൽഗോരിതം എങ്ങനെയാണ് ഇതിലൊരു പ്ലേ ചെയ്യണത്? ഓട്ടോ കറക്റ്റ് ഉണ്ടല്ലോ, പിന്നെ ഇതിന് എന്റെ അടുത്ത് ചോദിക്കുന്നത്. സങ്കടം വന്നു പോയി, സത്യം ഒരു സങ്കടം വന്നു. ലിജിൻ, അങ്ങനെ നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ചാനലിൽ കൊണ്ടുപോകാൻ പോവാണ് അല്ലേ? ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് നമ്മുടെ കൂടെ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായിട്ട് സംസാരിക്കാനും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെയുള്ള ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അദ്ദേഹം ഒരു ചിന്തകനാണ്, എഴുത്തുകാരനാണ്, പ്രാസംഗികനാണ്, ഒരു അധ്യാപകനാണ്. നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് മേഖലയിൽ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഒത്തിരി കഥകൾ അദ്ദേഹത്തിന് പലരും കേട്ടിട്ടുണ്ടാവും പല ആംഗിളിൽ കൂടി. പക്ഷേ ജീവിതത്തിൻ്റെ ഇത്രയും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിളിൽ കൂടെ കാണണം സാറിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ ഒത്തിരി ഭാഗ്യമുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസിൽ വളരെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻസും അല്ലെങ്കിൽ ഒരു കുറേ തോട്ട്സുമായിട്ട് നമുക്കിന്ന് ഡോക്ടർ മനു മെൽവിൻ ജോയ് സാറിന് നമുക്ക് വെൽക്കം ചെയ്യാം. താങ്ക് യു. യെസ്, ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ഇൻസ്പയർഡ് ഫോക്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്ക്, നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്, ഇതെല്ലാം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ടു മീറ്റ് യു. അപ്പോൾ നിങ്ങളോട് സംവദിക്കാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനും കിട്ടുന്ന അവസരം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സും നിങ്ങളുടെ ആ ഒരു ചാനലിലേക്കും ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ചിലപ്പോ നമ്മളെ ഈ സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ തമ്മിൽ സിങ്ക് ആവാനൊരു അതെ, കാരണം ലോകത്തിൽ ഒരേ സമയത്ത് രണ്ടാളുകൾക്ക് ഒരേ തോട്ടുകൾ വരും എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതേപോലെ തോട്ടുകൾ വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ട് നമ്മൾ പാരലായിട്ട് നമ്മൾ ഇതേ തീർച്ചയായിട്ടും ഒരു മാസം മുമ്പ് വരെ നമ്മൾ അങ്ങോട്ടും ഒരു കണക്ഷനിൽ ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞ് സംസാരിച്ച് വരുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യണ സബ്ജക്റ്റുകളാണ് സാറിനെയും ഇൻസ്പയർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ ഷെയർ ചെയ്യുന്നത് അതിനേക്കാൾ ഒത്തിരി ഹയർ ലെവലിലാണ് സാറിൻ്റെ കണ്ടന്റുകളെല്ലാം. ടെക്നോളജി അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒപ്പം തന്നെ അതിന് മുമ്പായിട്ട് സാറിൻ്റെ ഒരു പേഴ്സണൽ ജേർണീനെ പറ്റിയിട്ടൊന്ന് നമ്മുടെ ഓഡിയൻസിനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണ് ഇത്തിരി കൂടി അവർ കണക്ട് ചെയ്യാൻ പറ്റും സാർ എന്താണെന്ന്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ അവിടെ പഠിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ SCMS ബിസിനസ് സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഇലാഹിയ ബിസിനസ് സ്കൂളിൽ 2 വർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഇസാഫ് ബാങ്കില് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ പഠിച്ചത്, ഞാൻ എൻ്റെ PhD ചെയ്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ്. MBA ചെയ്തത് അമൃത സ്കൂൾ ഓഫ് ബിസിനസ് കോയമ്പത്തൂരിൽ നിന്നാണ്. പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം തൃശ്ശൂരാണ്. ഞാൻ ബേസിക്കലി തൃശ്ശൂർക്കാരനാണ്. കാരണം എന്റെ നാട് പാലായാണ്, പക്ഷെ ഞാൻ ജനിച്ചത് വളർന്നതും എല്ലാം തൃശ്ശൂരാണ്. അതെ, അപ്പോ ഡോൺ ബോസ്കോ തൃശ്ശൂർ, സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, ഇവിടെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഞാനൊരു തൃശ്ശൂർക്കാരനായ നമ്മള് തൃശ്ശൂർ ഭാഷയിൽ പറയുന്നത് നമ്മള് ഗഡികളാണ്. അതെ അതെ അതെ, പക്ഷെ എനിക്ക് നമുക്ക് രണ്ടുപേർക്കും തൃശ്ശൂർ ഭാഷ ഉള്ളതായിട്ട് വേറെ പ്രശ്നമാണ്. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങളോട് നടന്നപ്പോ ഞങ്ങള് പിന്നെ തൃശ്ശൂർ ശ്യാം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോ തൃശ്ശൂർക്കാരനാണ്. അതിലെ റാഷി നമ്മുടെ 3rd പേഴ്സൺ ഉണ്ട്. നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ തിരുവനന്തപുരംകാരനാ. കൂടുതൽ തിരിച്ചു ഇതുപോലെ ആക്കും. പിന്നെ ഞങ്ങൾ തിരിച്ചെടുക്കും. അപ്പോ ഇപ്പൊ ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ്. വൈഫ് ലിസ, വൈഫ് TCS വർക്ക് ചെയ്യുന്നു. പിന്നെ 2 മക്കള് സാറ, ഹന്ന. അവര് നൈപുണ്യയിലെ 3rd സ്റ്റാൻഡേർഡിലും 5th സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. പിന്നെ എൻ്റെ ഫാദർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, ഡോക്ടർ ജോയ് മാത്യു. അമ്മ മേഴ്സി തോമസ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. എൻ്റെ സിസ്റ്റർ വിനീത ജോയ്, ആള് NAL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിൽ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു.
ബ്രദറിലോ ന്യൂട്ടാനിക്സ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അത്രയാണ് ഈ ചുരുക്കത്തിൽ. ഞാൻ ആലോചിക്കുന്നത് വെരി ഡൈനാമിക് ആയിട്ടുള്ള ഫാമിലി. അഗ്രികൾച്ചർ തുടങ്ങി ബിസിനസ്സിലേക്ക് പോയി, എയറോസ്പേസില് സിസ്റ്റർ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതെ അതെ. മിസൈലുകളൊക്കെ പോകുമ്പോ അതിന്റെ സ്റ്റെൽത്ത് ടെക്നോളജി ഒക്കെ ആളുടെ ഏരിയ ആണ്. അതെ അതെ. അക്കാഡമിക് ആണ്. അക്കാഡമിക് ആണ്. നമ്മളെപ്പോലെ ഉഴപ്പൊന്നുമില്ല. ടെക്നോളജി ആണ് ഒരു ഹോട്ട് ടോപ്പിക്. അതെ. ഞങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആശയം, ആ ഒരു ടെക്നോളജി അതെങ്ങനെ മനുഷ്യനെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്യണു എന്നുള്ളതാണ് ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ആശയം. അപ്പോ ഈ ടെക്നോളജി ഇപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യണം, അത് നമ്മൾ ടെക്നോളജീനെ കൺട്രോൾ ചെയ്യണം, ഒരു ലൈൻ ഉണ്ടല്ലോ എപ്പോഴും. അപ്പൊ അത് സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? വളരെ തിൻ ലൈനാണ്. ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സുകളിൽ ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ് ടെക്നോളജി എക്യുപ്പിംഗ് അസ് ഓർ ഈസ് ടെക്നോളജി ഹാൻഡിക്യാപ്പിംഗ് അസ്? ഞാൻ ക്ലാസ്സുകളിൽ ഒരു ഓപ്പൺ ചോദ്യം ചോദിക്കാറുണ്ട്. ഈസ് ഹാർഡ് വർക്ക് ബെറ്റർ ഓർ സ്മാർട്ട് വർക്ക് ബെറ്റർ? എല്ലാവരും യുനാനിമസ്ലി പറയും സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ. പിന്നെ ഞാൻ കുറച്ചുകൂടി പ്രോബ് ചെയ്ത് ചോദിക്കുമ്പോൾ പറയും രണ്ടും വേണം, ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും മാറ്റും. ടെക്നോളജിയുടെ കോണ്ടെക്സ്റ്റിൽ സ്മാർട്ട് വർക്ക് ആണോ ഹാർഡ് വർക്ക് ആണോ ബെറ്റർ? നമ്മുടെ ബ്രെയിനിന് നല്ലത് ഹാർഡ് വർക്ക് ആണോ സ്മാർട്ട് വർക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്ന് കൺഫ്യൂഷൻ ആക്കും. അപ്പോ എനിക്ക് എപ്പോഴും ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം മനസ്സിന്റെ ഒരു ചിന്തയുടെ അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിന്റെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് സ്റ്റാർട്ടിങ് കൺഫ്യൂഷൻ ആണ്. സത്യം. ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്തത് തന്നെ അർജുന വിഷാദ യോഗത്തിലാണ്. അർജുനൻ സംശയിച്ച് സ്വന്തം ബന്ധുക്കളെ അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് സംശയിച്ചിരിക്കുന്നിടത്തു നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ സയന്റിഫിക് തിങ്കിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങും കൺഫ്യൂഷനും ഇതാണ്. നമുക്ക് ഉറപ്പുള്ളൊരു കാര്യത്തിൽ ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കൺഫ്യൂഷനിൽ നിന്നാണ് ഞാൻ ആൾക്കാരെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങള് ടെക്നോളജി നിങ്ങളെ എക്യുപ്പ് ചെയ്യുകയാണോ അതോ ഹാൻഡിക്യാപ്പ് ചെയ്യുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും, ഹാൻഡിക്യാപ്പ് ചെയ്യാണ്. ഉദാഹരണത്തിന് നമ്മൾ GPS എടുക്കുക. GPS ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് സ്ഥലങ്ങളെ കുറിച്ചുള്ള വഴികളെ കുറിച്ചുള്ള അറിവും നോളജും കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? കാരണം എന്താണ്? നമ്മള് നേരത്തെ ഓർത്തു വെക്കും. കാരണം ഇനി ആ വഴി പോകുമ്പോ തെറ്റരുത്. കാരണം പണ്ട് എങ്ങനെയാ നമ്മൾ മോഹൻലാൽ പറയുന്നത് ചോദിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാണ്ട്. അതെ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗൂഗിൾ ചേച്ചി പറയുന്നത് പോലെയൊക്കെ പോകും. കുളത്തിച്ചാടാൻ പറഞ്ഞാൽ കുളത്തിച്ചാടും. അപ്പോ അത് ഒരു എക്സാമ്പിള്. പിന്നെ നമ്മൾ പണ്ട് ആളുകളുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്തിരിക്കുമായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ വേണം നമ്മുടെ സ്വന്തം ആൾക്കാരുടെ ആരെങ്കിലും റിമൈൻഡ് ചെയ്യാനായിട്ട്. ഭാര്യമാരെ പ്രത്യേകിച്ച്. അതെ. അല്ല, അത് വലിയ വില കൊടുക്കേണ്ടി വരും. അതെ. പിന്നെ നമുക്ക് പണ്ട് ഡയറി ഉണ്ടായിരുന്നു. അതിലെ കുറെ നമ്പേഴ്സ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ നമ്പർ ഏതെങ്കിലും ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന്റെ ഏറ്റവും ഭയാനകമായ വെർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പെല്ലിങ്ങുകളെ കുറിച്ച് ഞങ്ങള് പഠിപ്പിക്കുന്ന അധ്യാപകരായതുകൊണ്ട് അത് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഓട്ടോ കറക്റ്റ് വന്നതിൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ സ്പെല്ലിങ് വരികയാണ്. അപ്പൊ നമുക്ക് സ്പെല്ലിങ് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ പരീക്ഷ എഴുതുമ്പോ അതിന്റെ കറക്റ്റ് സ്പെല്ലിങ് കുട്ടികൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്. നമ്മുടെ ബ്രെയിൻ ഒരു മടിയനാണ്. ആ മടിയനായ ബ്രെയിൻ അതിന്റെ ജോലികളെല്ലാം തരം കിട്ടുമ്പോഴെല്ലാം ഡിജിറ്റൽ ഡിവൈസസിലേക്ക് ഓഫ്ലോഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ സ്ഥലങ്ങളെ കുറിച്ചും വഴികളെ കുറിച്ചും ഓർക്കേണ്ടത് നീയാണ്. GPS പിടിച്ചോ. ഇനിയിപ്പോ എന്റെ അടുത്ത് അതിനെ കുറിച്ച് ചോദിക്കരുത്. അതോടെ ആ പോർഷൻ ഓഫായി. അതുപോലെ സ്പെല്ലിങ് ഓട്ടോ കറക്റ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? ആ സ്പെല്ലിങ്ങും ഓഫായി. ഇങ്ങനെ ഓരോന്നായിട്ട് ഓഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ പണി ഡിജിറ്റൽ ഡിവൈസസിന് കൊടുത്താൽ അവസാനം ബ്രെയിൻ പണിയെടുക്കാതെയാവും. അതാണ് ഈ കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്ങിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഒരു വേരിയന്റ് ആണ് ഡിജിറ്റൽ അംനീഷ്യ എന്ന് പറയും, അല്ലെങ്കിൽ ഗൂഗിൾ ഇഫക്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ കണ്ടെത്താം എന്ന് ഉറപ്പുള്ള ഒരു കാര്യവും ബ്രെയിൻ ഓർത്തിരിക്കില്ല. ഇതിനെ ഓർത്തിരിക്കുന്നേ നിങ്ങൾക്ക് ആ സമയത്ത് ടൈപ്പ് ചെയ്താൽ പോരെ. അപ്പോ
ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ എഫിഷ്യൻസി കുറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ പറയുന്നത് ഈ പറഞ്ഞ ലണ്ടൻ ക്യാബ് ഡ്രൈവേഴ്സ് അവരുടെ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി കോംപ്ലിക്കേറ്റഡ് സിറ്റി. അപ്പോൾ അതിനകത്തു കൂടെ എന്താണ് ഒരുപാട് ഊടുവഴികളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് ഡിഫറെന്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മള് ഒരു വളരെ എന്താണ് ടഫായിട്ടുള്ള ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ്, ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അവരത് പാസ്സാവുന്നത്. അപ്പൊ ഈ സയന്റിസ്റ്റുകള് അവരുടെ ബ്രെയിൻ സ്റ്റഡി ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ ടെസ്റ്റിലൂടെ കഴിഞ്ഞ് ടെസ്റ്റ് പാസ്സായ ആൾക്കാരുടെ ബ്രെയിനിന്റെ ഈ പറഞ്ഞ സ്പേഷ്യൽ ഇന്റലിജൻസിന്റെ ഏരിയ അത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തതായിട്ട് കണ്ടു. സോ ദ മോർ വി യൂസ് എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ദ ബെറ്റർ ഇറ്റ് വിൽ ബിക്കം. അതുപോലെ മ്യൂസീഷ്യൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസീഷ്യൻസിൻ്റെത് അവരുടെ ഓഡിറ്ററി പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിൽ ബി മച്ച് ഡെവലപ്ഡ് ദാൻ അതേഴ്സ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ഓരോ പാർട്ട് ഓഫ് ദ ബ്രെയിനും നമ്മുടെ ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ പക്ഷെ ഇപ്പൊ നമുക്ക് സംഭവിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. ബ്രെയിൻ ഓരോ പാർട്ടും അതിന്റെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനം നമുക്ക് ഇതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് പെട്ടുപോകും. കാരണം ഇപ്പോൾ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ തന്നെ നമ്മൾ നേരെ പോയി ChatGPT എടുത്ത് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് മീ ടൈപ്പ് എ ലെറ്റർ ഓൺ സോ ആൻഡ് സോ. അപ്പൊ ഒരു ലെറ്റർ എഴുതാനുള്ള ഒരു എന്താണ് കഴിവ് പോലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിജിറ്റൽ ഡെലിബറേറ്റ് തിങ്കിങ്. ഡിജിറ്റൽ ഡെലിബറേറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റലി നമ്മൾ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് മറന്നുപോയി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഗൂഗിൾ എടുത്ത് നോക്കാതെ നമ്മൾ ഒരു അല്പനേരം ഒരു 1 or 2 minutes ഒരു ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണ്. നമ്മൾ ഡിജിറ്റലി ഇൻവോൾവ് ആവാതെ നമ്മൾ ആലോചിക്കുകയാണ് എന്താണ് അതിന്റെ ഉത്തരം. അപ്പൊ നമ്മൾ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, ഒരു എക്സസൈസ് ചെയ്യുന്ന പോലെ. അത് ചെസ് ചാമ്പ്യൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് ചാമ്പ്യൻസ് അവര് ഫേമസ് ആയിട്ടുള്ള ചെസ് ഗെയിംസിന്റെ, അപ്പൊ ഓരോ ഗെയിമിലും 100 കണക്കിന് മൂവ്സ് ഉണ്ടാവും. ആ ഫേമസ് ഗെയിംസിന്റെ മൂവ്സ് എല്ലാം കംപ്ലീറ്റ്ലി മെമ്മറൈസ് ചെയ്യും. അപ്പൊ അത് എന്നിട്ട് അവര് അത് പല വേദികളിലും അത് കംപ്ലീറ്റ് പറയുകയും ചെയ്യും. അപ്പൊ അത് ഷോ ഓഫ് ചെയ്യുന്നതല്ല, ദേ ആർ ഷാർപ്പണിങ് ദെയർ ബ്രെയിൻ. അതെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരാളുടെ പേര് മറന്നുപോയി, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മറന്നുപോയി, അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിട്ട് ഇമീഡിയറ്റ്ലി അത് നോക്കാനാണ് നമ്മുടെ ടെൻഡൻസി. കാരണം നമ്മളിപ്പോ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് റീല് കഴിഞ്ഞ് അടുത്തയിലേക്ക് പോകുന്ന ആ ക്ഷമ പോലും ഇല്ലാത്ത ഈ കാലത്തില് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബുദ്ധിമുട്ട് എടുത്താൽ മാത്രമേ ബ്രെയിനിനെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തേത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ ആണ്, ജേർണൽ എഴുതുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന തോട്ട്സ് അത് നമ്മൾ എഴുതി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാവിഞ്ചീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു ലേണിംഗ് ടെക്നിക്ക് ഉണ്ട്, ഡാവിഞ്ചീസ് നോട്ട്ബുക്ക്. അപ്പോൾ ഈ ലിയോണാർഡോ ഡാവിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രോളിഫിക് ആയിട്ടുള്ള ഒരു ആൾക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ഒരു പോളിമാത്ത് എന്നാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ അല്ലാതെ മറ്റ് ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളെയാണ് പോളിമാത്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം മേരി ക്യൂറി, അവര് 2 ഡിഫറെന്റ് മേഖലകളിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഇപ്പൊ ഈ എക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആളുകളുടെ ഏരിയ ഓഫ് റിസർച്ച് ബിഹേവിയറൽ സൈക്കോളജിയാണ്. അപ്പൊ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് ഇപ്പോഴത്തെ ലോകത്ത് പോകുന്നത്. അപ്പോ ഈ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ അദ്ദേഹത്തിന്റെ ക്രിയേഷൻ പ്രോസസ്സ് പഠിച്ച തിങ്ക് ലൈക്ക് ഡാവിഞ്ചി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഇദ്ദേഹം 7000-ഓളം നോട്ട്ബുക്ക് പേജസ് ഇദ്ദേഹത്തിൻ്റെതായിട്ട് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടങ് ഓഫ് എ വുഡ് പെക്കർ അതുവരെ വരച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
അപ്പം അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നാണ് ഈ ഡാവിഞ്ചീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു ലേണിംഗ് ടെക്നിക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഡിസ്ഗൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷേ അത് നമ്മൾ ചെയ്യാത്തതാണ്. ഇതൊരു എക്സ്പെരിമെന്റ് നടത്തി. 2 ക്ലാസ്സിലെ കുട്ടികൾ, ഒരു ക്ലാസ്സിലെ കുട്ടികളോട് ആ ഇയർ തുടങ്ങിയപ്പോൾ അവരുടെ കയ്യിലൊരു ബുക്ക് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്ന നല്ല തോട്ട്സ്, അവർ കേൾക്കുന്ന ഐഡിയാസ്, അവർ കാണുന്ന പുതിയ ആശയങ്ങൾ, ഇതെല്ലാം അതിൽ കുറിച്ചു വെക്കുക മാത്രം ചെയ്യുക. എപ്പോ വേണമെങ്കിലും എപ്പോഴും ഈ ബുക്ക് കൈ കൊണ്ട് നടക്കുക. എന്ത് പുതിയ കാര്യങ്ങൾ വന്നാലും എഴുതി വെക്കുക. എന്നിട്ട് എല്ലാ ആഴ്ചയും ഇതൊന്ന് മറിച്ച് നോക്കുക. ഇത്ര മാത്രം. ഇത് ചെയ്ത് മറ്റേ ക്ലാസ്സിലെ കുട്ടികൾ ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ റിസൾട്ട് ആയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്കുണ്ടായ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മച്ച് ഹയർ, മെനി ടൈംസ് ബെറ്റർ ദാൻ ദ അതർ ഗ്രൂപ്പ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഇതിലെ 1% പോലും നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മറന്നുപോകും. അതെ. അപ്പോ നമ്മളത് എഴുതി വെച്ചാൽ നമ്മൾ ഇപ്പോൾ റീറ്റെയിൻ ചെയ്യുന്നതിന്റെ 100 ടൈംസ് കണ്ടന്റ് നമ്മുടെ ഉണ്ടാവും. അപ്പൊ അതാണ് ഡാവിഞ്ചീസ് നോട്ട്ബുക്ക്. അപ്പോ ഈ ഡിജിറ്റലി ഇപ്പൊ ഈ കോഗ്നിറ്റീവ് ഓഫ് ലോഡിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടന്റ് എല്ലാം നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, നമ്മുടെ ബ്രെയിനെ വീണ്ടും പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ഈ ജേർണലിങ്ങിന്റെ മടിയനായ ബ്രെയിനിനെ നമ്മള് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. അതെ. ഇതിനകത്ത് എനിക്ക് ഷെയർ ചെയ്യാനുള്ള സാധനം, ഞാൻ ഒരു MIT-യുടെ ഒരു ഇതുണ്ട്, ChatGPT-നെ കുറിച്ച് MIT-യുടെ ഒരു റിസർച്ച് പേപ്പർ വന്നത് ഞങ്ങൾ വായിക്കാനിടയായി. ഷെയർ ചെയ്തപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് സാർ. ഇപ്പം സാർ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചെയ്തോണ്ടെന്ന് വെച്ചാൽ ഞാനൊരു കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരാവശ്യമില്ല ChatGPT എടുത്തിട്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ടിടും. അപ്പൊ അത് സ്പെല്ലിങ്സും ഗ്രാമറും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഞാൻ എഴുതിയ സാധനം തന്നെ വരുന്നത്. പക്ഷെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും, വരും. എനിക്കൊരു സമാധാനം. പക്ഷെ ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന അത് വായിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം വെച്ചിട്ട് ഞാൻ എന്റെ സെക്കൻഡ് ഒരു പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുവാണ്. പിന്നെ എനിക്ക് സ്പെല്ലിങ്സ് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ IELTS പഠിക്കുന്ന കുഞ്ഞിലെ തൊട്ടേ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇപ്പൊ ഓട്ടോ കറക്റ്റ് വന്നതോടുകൂടി ഞാൻ അതിനിട്ടോണ്ടിരുന്ന എഫോർട്ട് എല്ലാം കളഞ്ഞു. എല്ലാം ഓട്ടോ കറക്റ്റാ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഗൂഗിൾ ഡോക്കിങ് എടുത്തിട്ട് ഞാൻ ചുമ്മാ അങ്ങ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ചുമ്മാ റാൻഡം ഒരു കഥ ടൈപ്പ് ചെയ്തു. ഒന്നും ഓട്ടോ കറക്റ്റ് ചെയ്തില്ല, ഓട്ടോ കറക്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പകുതി മുക്കാലും റെഡ് ലൈൻസ് ആണ്, രക്തമയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ വെട്ടിമുറിച്ച് സങ്കടം വന്നുപോയി. സത്യം പറഞ്ഞ സങ്കടം വന്നു. അന്ന് അല്ല, ഒരിക്കലും ലിജിൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ സമൂഹം തന്നെ കൂടിയിട്ട് അവരോട് കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് തൊട്ട് ഞാൻ എനിക്ക് മനസ്സിൽ വരുന്ന എന്താണോ അത് ഞാൻ ടൈപ്പ് ചെയ്യും. ഇപ്പം ഒരു കണ്ടന്റ് എഴുതുവാണെങ്കിലും ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുവാണെങ്കിലും അത് ഞാൻ അങ്ങ് ഇടും. ഇഫ് ഇറ്റ്സ് റോങ് ഇറ്റ്സ് റോങ്. അപ്പൊ ഞാൻ ഇപ്പൊ റോങ് ആയി ഇന്നാളെ ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അപ്പം ഇറ്റ്സ് എ ലേണിംഗ് ഫോർ മീ. ഓട്ടോ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ എനിക്ക് ഒരു രക്ഷയില്ല, സ്പെല്ലിംഗ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ തപ്പിപ്പോവും. എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിക്കുക, അതാകുമ്പോൾ നമ്മളത് പഠിക്കുമല്ലോ. അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ട്രൈ ചെയ്യുന്ന ഒരു രീതികളാണ്. സാറിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒരു വെരി റെലവെന്റ് ആയിട്ട് വന്നൊരു കാര്യമാണ് ഈ ഷോർട്ട് കണ്ടന്റുകൾ. അത് ഇപ്പോഴത്തെ ആൾക്കാരെ വെരി മച്ച് കൺസ്യൂം ചെയ്തേക്കുന്ന ഒരു ഇതാണ്. ഡിജിറ്റലി ഇതായിട്ടുള്ള ആളുകളെ വെരി മച്ച് കൺസ്യൂം ചെയ്തേക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഷോർട്സിന്റെ എനിക്ക് തോന്നാറുള്ള ഏറ്റവും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു ടൈം പീരീഡ് ചെറിയൊരു ഇതിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ ഗ്രാറ്റിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഫോക്കസ് ആണ് നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ഷോട്ട് കണ്ടിട്ട് നമുക്കൊരു സിനിമ, ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സിനിമ കാണാൻ ക്ഷമയില്ല. മാത്രമല്ല ഈ പറഞ്ഞ സ്ട്രീമിംഗ് ചാനൽ വന്നതോടുകൂടി ഇത് അടിച്ചടിച്ച് പോവാണ്. 2x ഇരുന്നാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ അതൊരു സത്യമാണ്. ആ ഷോർട്സ് നമ്മളെ ശരിക്കും നമ്മുടെ ഫോക്കസിനെ കൊല്ലുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ വായനകൾക്കിടയിൽ വന്ന ഒരു വാക്കാണ് ബ്രെയിൻ റോട്ട്. എന്ന് പറഞ്ഞാൽ 2024 ഓക്സ്ഫോർഡ് മാഗസീൻ അവരുടെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് അവരുടെ 10,000-കണക്കിന് ആളുകളിൽ നിന്ന് അവർ സെലക്ട് ചെയ്തെടുത്ത വേർഡാണ് ബ്രെയിൻ റോട്ട്. എന്ന് പറഞ്ഞാൽ 2022 നിന്നും
230% ഈ വാക്കിന്റെ ഉപയോഗം ആളുകളിൽ കൂടിയത്. അപ്പൊ ഈ ബ്രെയിൻ റോട്ട് എന്ന വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം മുഴുവൻ മൈൻഡ്ലെസ് ആയിട്ടുള്ള യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ അതിലൂടെ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന മൂല്യശോഷണമാണ് ബ്രെയിൻ റോട്ട്. ഇൻ സിമ്പിൾ വേർഡ് പറഞ്ഞാൽ സ്റ്റിമുലേഷൻ വിത്തൗട്ട് നറിഷ്മെന്റ്. നമ്മളൊരു 5 മിനിറ്റ് ഷോർട്ട് കാണാനായിട്ട് 1 മിനിറ്റ് ഷോർട്ട് കാണാനായിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ തുറക്കുന്നു. 1 മണിക്കൂറിന് ശേഷവും നമ്മൾ വേറെ എവിടെയോ എത്തിയിരിക്കുന്നു. എന്നിട്ട് ഈ 1 മണിക്കൂർ എന്താ കണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിന് പകരം ജങ്ക് ഫുഡ് കഴിക്കുന്നത് പോലെയാണ് നമ്മൾ ഡൂയിങ് ടൂ മച്ച് ഓഫ് നത്തിങ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം മൊത്തം എന്തിനോ ചെലവാക്കുന്നു, പക്ഷെ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇന്റലക്ച്വൽ നറിഷ്മെന്റിനായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രതിഭാസമാണ് ബ്രെയിൻ റോട്ട്. ഷാരടി പറഞ്ഞ പോലെ നമുക്കിപ്പോ സമയമില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ഫോണാന്ന് പറഞ്ഞ പോലെ. അതെ, നമുക്ക് പെട്ടെന്ന് സമയം തീർന്നു, വർഷം പെട്ടെന്ന് തീർന്നു പോകുന്നത്. അതെ 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 അതെ. ഞാൻ ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്കി, ഇപ്പൊ 5 hours വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70 ദിവസം നമ്മൾ ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കണക്കൂട്ടി, അപ്പൊ ഞാൻ 5 മണിക്കൂർ ഒരു ആവറേജ് ആണ് ഇൻറ്റു 365 days അങ്ങനെ കണക്കൂട്ടി ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ഏകദേശം 79-80 days നമുക്ക് നഷ്ടപ്പെടുന്നു. അതെ, വളരെ കറക്റ്റ് ആണ്. അപ്പൊ അതില്ലാത്ത ദിവസം അപ്പൊ ബ്രെയിൻ റോട്ട് ശരിക്കും നമുക്കത് ആളുകളിൽ എവിഡന്റ് ആവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കാരണം നമ്മളൊരു എൻഡ്ലെസ് സ്ക്രോൾ ലൂപ്പിലാണ്. അപ്പൊ അതില് നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് നമ്മുടെ ബ്രെയിൻ. കാരണം നമ്മൾ ഒരുപാട് നെഗറ്റീവ് ന്യൂസസ്, ഒരുപാട് ഗ്രാഫിക്കലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ന്യൂസ് ആക്ച്വലി ഇറ്റ് ഈസ് കോസിങ് അമിഗ്ഡല ഹൈജാക്ക്. നമ്മുടെ ആ ഒരു ബ്രെയിനിന്റെ ആ ഒരു പാർട്ടിനെ ഹൈജാക്ക് ചെയ്യാണ്. അപ്പോ അതിനെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോ നമ്മൾ ഒരാളൊരു ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ഇരിക്കുവാണ്, അയാൾക്ക് കൊടുക്കുന്ന പുറത്തുനിന്നുള്ള എന്ത് ഇൻപുട്ടും അയാളിലേക്ക് എടുക്കും. അയാൾക്കൊരു ഫിൽറ്ററിംഗ് ഇല്ല. നമ്മുടെ സൈക്കോളജിയിലെ ട്രാൻസ് എന്ന് പറയില്ലേ, അതേപോലെ ട്രാൻസ് സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ട്രാൻസിൽ നിന്ന് പുറത്ത് വന്നു കഴിയാൻ പറഞ്ഞപ്പോ പുറത്തു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചേ അറിയില്ല, എന്താ കണ്ടേ അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെയിൻ റോട്ടിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഏറ്റവും മൂല്യമേറിയ ഒരു കാര്യമാണ് നമ്മുടെ സമയം, നമ്മുടെ ഫോക്കസ്. അതാണ് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത്. അതെ, അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫിസിക്കൽ ഡയറ്റ്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ അറ്റൻഷൻ ഡയറ്റ് അത് നമ്മൾ വളരെയധികം കെയർഫുൾ ആണ് ഈ കാര്യത്തില്. കാരണം നമ്മൾ ഡയറ്റീഷ്യൻ എടുത്ത് പോകും, നമ്മുടെ ഉള്ളിലേക്ക് പോകേണ്ടത് എന്താണോ അതാണ് നമ്മൾ പുറത്തു വരുന്നത്. അപ്പോ ജിഗോ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകുന്നതിന്റെ ക്വാളിറ്റി ആണ് പുറത്തോട്ട് വരുന്നതിന്റെ ക്വാളിറ്റി. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അകത്തോട്ട് പോകുന്നത് ക്വാളിറ്റി ഇല്ലെങ്കിൽ പുറത്തോട്ട് വരുന്നത് ക്വാളിറ്റി ഇല്ല. അപ്പൊ ഈ അകത്തോട്ട് പോകുന്നതിനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് റീഡിങ് ആണ്, പിന്നെ ലിസണിങ് ആണ്, പിന്നെ ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഈ റീഡിങ്ങും ലിസണിങ്ങും ഒബ്സർവേഷനും നടക്കുന്നത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ് അല്ല എങ്കിൽ നമ്മുടെ പുറത്തേക്ക് വരുന്ന കണ്ടന്റ് ഒരിക്കലും ക്വാളിറ്റി ഉണ്ടാവില്ല. സോ ഇറ്റ് ഷുഡ് ബി QIQO, ക്വാളിറ്റി ഇൻ ക്വാളിറ്റി ഔട്ട്. അപ്പോ ഈ പറഞ്ഞ ബ്രെയിൻ റോട്ടിന്റെ പ്രശ്നം അതാണ്, ഗാർബേജ് ആണ് അകത്തേക്ക് പോകുന്നത്. കാരണം ഞങ്ങളുടെ പലപ്പോഴും നമ്മള് പല അഡ്മിഷൻ പ്രോസസ്സിൽ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ പോലും കുട്ടികളോട് ന്യൂസ് ചോദിക്കുമ്പോൾ അവര് ന്യൂസ് കാണാൻ റിലേ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റഗ്രാം ആണ്. ഒരു ഒതന്റിസിറ്റിയും ഇല്ലാത്ത സോഴ്സസിനെയാണ് അവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് കോട്ട് ചെയ്യുന്നത്. അപ്പോ അത്രത്തോളം ഗാർബേജ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ആ ഗാർബേജ് കൺസ്യൂമിങ് മാറ്റി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റെഗുലർ ആയിട്ട് മക്ഡൊണാൾഡ്സിൽ പോയിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു ഓട്സ് മീലിലേക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന പോലൊരു ബുദ്ധിമുട്ടാണ്
ഇതിൽ നിന്ന് മാറാൻ പറയുമ്പോൾ ഉണ്ടാവുന്നത്. ആളുകൾക്ക് കാരണം നമുക്ക് പറ്റില്ല. കാരണം നമുക്കത് സ്റ്റിമുലേഷൻ, നമ്മുടെ ഈ നാവ് അതിലുമായിട്ട് എന്താണ് സെറ്റായി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ നമുക്ക് അതൊന്നും തീരെ രുചിയില്ല. ഒരു ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ബുക്ക് വായിക്കാൻ പറ്റുക? അതിനകത്ത് ഒരു സ്റ്റിമുലേഷനും കിട്ടുന്നില്ലല്ലോ എന്നാണ് ആൾക്കാർ ചോദിക്കുക. ഏറ്റവും കിട്ടുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഇത് ബുക്ക് വായിക്കാൻ പറ്റുക എന്നുള്ളത്. 20 മിനിറ്റിന്റെ ഒരു വീഡിയോ ദിവസം ഒരാള് 7 ദിവസം എടുത്ത് കണ്ടു തീർത്തു. കണ്ടപ്പോ ഒരു സമാധാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇപ്പൊ സാറേ ഇപ്പൊ ഈ പറഞ്ഞു വന്നതിൽ ഇപ്പൊ ഇത്തരം കണ്ടന്റുകൾ ഉണ്ടല്ലോ, ഇതിനെ പൊതുവെ നമ്മളെല്ലാം ബ്ലെയിം ചെയ്യണത് സോർട്ട് ഓഫ് അൽഗോരിതത്തിനാണ്. ഇപ്പൊ ശരിക്കും അൽഗോരിതം നമ്മുടെ ഒരു ചോയ്സിനെ കൺട്രോൾ ചെയ്യാണോ അതോ നമ്മൾ ചെയ്യണതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണോ? അൽഗോരിതം എങ്ങനെയാണ് ഇതിലൊരു പ്ലേ ചെയ്യണത്? ബേസിക്കലി ഇതിനകത്ത് നമ്മുടെ ഇതിന്റെ എക്സ്ട്രീം എന്ന് പറയാവുന്ന ഒരു കേസ് സ്റ്റഡി ഞാൻ പറയാം. ഒന്ന്, ടാർഗറ്റ് സ്റ്റോഴ്സ് ഒരു എന്താണ് റീറ്റെയിൽ ഭീമനാണ്. അപ്പൊ അവരുടെ ഒരു സ്റ്റോറിലേക്ക് ഒരു ദിവസം 50 വയസ്സുള്ള ഒരു ആള് വന്ന് അവിടുത്തെ സ്റ്റോർ മാനേജറുടെ നേരെ തട്ടിക്കയറുകയാണ്. നിങ്ങൾ എൻ്റെ 16 വയസ്സുള്ള മകൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പാംപ്ലെറ്റ്സ് അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബേബി ഫുഡ്, ബേബി ക്ലോത്ത്സ്, ക്രിബ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പാംപ്ലെറ്റ്സ് അയക്കുകയാണ്. ആൻഡ് ഹൗ ഡെയർ യു ഡു ദാറ്റ്, ആർ യു ഇൻസൾട്ടിങ് മൈ ഫാമിലി എന്ന് ചോദിച്ചാൽ ചൂടായി. അപ്പോ സ്റ്റോർ മാനേജർക്ക് സിറ്റുവേഷൻ അറിയാത്ത കാരണം ആൾ ക്ഷമ ചോദിച്ച് അത് അബദ്ധം പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഒഴിവാക്കി. ഒരാഴ്ച കഴിഞ്ഞ് ഈ അച്ഛൻ തിരിച്ചു വന്ന് സ്റ്റോർ മാനേജറോട് മാപ്പ് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ മകൾ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ അത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഈ ടാർഗറ്റ് സ്റ്റോഴ്സിന് അവരുടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനലറ്റിക്സ് ടീമുണ്ട്. അപ്പൊ ഇവര് കസ്റ്റമേഴ്സിന്റെ ഓരോ പർച്ചേസും സ്റ്റഡി ചെയ്യും. അപ്പോൾ സർട്ടൻ കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ലോട്ട് ഓഫ് കോട്ടൺ, ലോട്ട് ഓഫ് വൈറ്റമിൻ ടാബ്ലറ്റ്സ്, പിന്നെ ലോട്ട് ഓഫ് ലോഷൻ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് തിങ്സ് ഒരു അഡോളസെന്റ് ആയിട്ടുള്ള ലേഡി ഒരു 2 months പർച്ചേസ് ചെയ്യുന്ന പാറ്റേൺ അവർ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ സിസ്റ്റത്തിന് മനസ്സിലാവും ഷീസ് പ്രഗ്നന്റ്. അപ്പോ അവരുടെ വീട്ടുകാര് മനസ്സിലാക്കുന്നതിന് മുമ്പേ ടാർഗറ്റ് സ്റ്റോറിന് മനസ്സിലായി അവര് പ്രഗ്നന്റ് ആണ്. അപ്പൊ അതാണ് ദ എക്സ്റ്റെൻഡ് ഓഫ് എന്താണ് അനലറ്റിക്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. അൽഗോരിതത്തിന്റെ എക്സ്ട്രീം ആണ്. നമുക്ക് നമ്മളെ അതാണ് നെറ്റ്ഫ്ലിക്സിന്റെ എന്താണ് അവിടുന്ന് വന്ന ഒരു അനലിസ്റ്റ് പറഞ്ഞത് തന്നെയാണ്, അൽഗോരിതം നോസ് യു ബെറ്റർ ദാൻ യു നോ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ അൽഗോരിതം വെച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതെന്ന്. അല്ല, കാരണം ഈ നെറ്റ്ഫ്ലിക്സ് അവരുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവര് ഒരു DVD എന്താണ് സെയിൽസ് കമ്പനി ആയിരുന്നു. അപ്പൊ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് കസ്റ്റമേഴ്സ് റേറ്റ് ചെയ്യും. അപ്പോൾ അവര് ക്ലാസിക്സിനെ റേറ്റ് ചെയ്യും, പിന്നെ ഡ്രാമ ഹൈ ആയിട്ട് റേറ്റ് ചെയ്യും. പക്ഷെ ഇവരുടെ പർച്ചേസ് പാറ്റേൺസ് ചിലപ്പോ ഒരു ത്രില്ലർ മൂവിയോ അല്ലെങ്കിൽ ഒരു കോമഡിയോ ആയിരിക്കും. അപ്പൊ ഇവർക്ക് കസ്റ്റമേഴ്സിനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ബൈയിങ് പാറ്റേൺ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ ഒരു ഒബ്സഷൻ ആയിട്ട് മാറി എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടത്. അപ്പൊ ആദ്യം അവർ കസ്റ്റമേഴ്സിനോട് ചോദിക്കുമായിരുന്നു എന്ത് ടൈപ്പ് മൂവിയാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാം. പക്ഷെ അവര് പറയുന്നതും അവര് കാണുന്നതും തമ്മിലൊരു മിസ്മാച്ച് ആണ്. അപ്പൊ അവരൊരു ഗ്ലോബൽ ചലഞ്ച് ഇട്ടു, ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമോ. അപ്പൊ ഒരുപാട് എന്താണ് കൺസൾട്ടിങ് ഫേംസ് എല്ലാം വന്നു. അങ്ങനെ ഒരു ഫേം വന്ന് 3 വർഷത്തെ അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയതാണ് ഈ ആൾക്കാരുടെ ആഗ്രഹവും ആൾക്കാരുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസിക്സ് കാണണമെന്നായിരിക്കും ആഗ്രഹം, പക്ഷെ ഞാൻ മടുത്ത് ടയർഡ് ആയിട്ടിരിക്കുമ്പോ എനിക്കൊരു കോമഡി കാണാനേ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു ത്രില്ലർ കാണാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അവർ ആൾക്കാരോട് ചോദിക്കുന്നത് നിർത്തി. They started tracking their behavior. അപ്പോ your past behavior is a better predictor of your future behavior than your what you call needs or what you think you want. അപ്പോ അതിനുശേഷമാണ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള രീതിയിൽ ഇപ്പോ ഓരോ നെറ്റ്ഫ്ലിക്സ് യൂസറിന്റെ പേജും ഡിഫറെന്റ് ആണ്.
അതെ അതെ ഇപ്പൊ ഞാൻ എടുക്കുന്ന പേജ് ആയിരിക്കില്ല ശ്യാമിന് കിട്ടുന്നത്, അതായിരിക്കില്ല ലിജിന്. കാരണം നമ്മൾ ആരാണെന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ആ പേജ്. ഇതിന്റെ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവിടെ കാണുന്ന കാറ്റഗറീസ് ത്രില്ലർ ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, കോമഡി ഉണ്ടാവും, എന്താ ഡ്രാമ ഉണ്ടാവും. ഇങ്ങനെ ഒരു മാക്സിമം ഒരു 10 വെർഷൻസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് 1200 ടേസ്റ്റ് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. ദാറ്റ് ഈസ് അവരുടെ മൊത്തം കസ്റ്റമർ ബേസിനെ അവർ 1200 ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈക്രോ ടാർഗറ്റ് ആയിട്ടുള്ള കണ്ടന്റ് എനിക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഫീമെയിൽ ഓറിയന്റഡ് ആക്ഷൻ ത്രില്ലേഴ്സ് ഇൻ 80s, അത്രയ്ക്ക് നാരോ ഡൗൺ ചെയ്ത കണ്ടന്റ് ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഫീൽഡിൽ കിട്ടുന്നത്. ഇതനുസരിച്ചിട്ടാണ് അവര് പല സീരീസും അവരുണ്ടാക്കുന്നത് തന്നെ. ഉദാഹരണത്തിന് അവരുടെ എന്താണ് ഈ പറഞ്ഞ യൂസേഴ്സിന്റെ ടേസ്റ്റ് എന്താണ് പ്രിഫറൻസസ് അവര് മാപ്പ് ചെയ്ത് നോക്കിയപ്പോ കെവിൻ സ്പേസി എന്ന് പറഞ്ഞ ആക്ടേഴ്സിന്റെ യൂസേഴ്സിന്റെ ടേസ്റ്റും ഡേവിഡ് ഫിഞ്ചർ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ആ ഒരു പ്രിഫറൻസും പിന്നെ ഈ പറഞ്ഞ ഒരു ഡ്രാമ, പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞ ആ ഒരു ജോൺറയും തമ്മിൽ ഭയങ്കര ഒരു ഇന്റർലിങ്കിങ് കണ്ടു. അങ്ങനെയാണ് അവര് ഹൗസ് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് സീരീസ് ഉണ്ടാക്കിയത്. ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പൊ അവര് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ആ ഒരു എന്താണ് ഇതിന്റെ ബേസിസിലാണ്. അപ്പൊ പിന്നെ അത് ഭയങ്കര രസകരമായ ഒരുപാട് എന്താണ് കാര്യങ്ങൾ ഈ അൽഗോരിതത്തിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് IRCTC കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഒരാൾ കമന്റ് അയച്ചു, ഇന്ത്യൻ റെയിൽവേ നിങ്ങളുടെ സൈറ്റിൽ കയറുമ്പോൾ വളരെ മോശമായിട്ടുള്ള സ്ത്രീകളുടെ അണ്ടർ ഗാർമെന്റ്സിനെ കുറിച്ചുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റ് ആണ് വരുന്നത്. ഇത് വളരെ മോശമാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. കുട്ടികൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രെജുഡിസ്ഡ് ആവുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞ അറ്റൻഷൻ സ്പാൻ ശരിക്കും നമ്മളുടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? മക്കൾ, നമ്മൾ പറയുന്നതല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുക. അങ്ങനത്തെ ഒരു കാറ്റഗറി കൊള്ളാലോ. ദ അറ്റൻഷൻ സ്പാൻ ഓഫ് എ ഹ്യൂമൻ ബീങ് ഏകദേശം എത്രയായിരിക്കും? ആക്ച്വലി ദിസ് ബോയ് വാസ് സൈബർ ബുള്ളീഡ്.